തൃശൂർ മേയറാക്കാൻ DCC പ്രസിഡന്റ് പണം ആവശ്യപ്പെട്ടത് ആരോപണവുമായി മുതിർന്ന കൗൺസിലർ ലാലി ജെയിംസ്. പാർട്ടിക്ക് വേണ്ടിയാണ് പണം ചോദിച്ചത്. മേയറാകാൻ നെജി ജസ്റ്റിൻ പെട്ടിയുമായി പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയെന്നും KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ചില ആളുകൾ ചേർന്നാണ് മേയർ സ്ഥാനം അട്ടിമറിച്ചതെന്നും ലാലി ജെയിംസ് ആരോപിച്ചു. DCC പ്രസിഡന്റാണ് എന്നെ വിളിപ്പിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ചേച്ചി ഈ സിസ്റ്റം മുന്നോട്ട് പോകണമെങ്കിൽ പണം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൂടെയും ചോദിച്ചു. എനിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രസിഡന്റ്, എൻ്റെ കയ്യിൽ 10 രൂപ ഇതിനു വേണ്ടി തരാൻ എൻ്റെ കയ്യിലില്ല. പൈസ എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം എന്നെ താഴേക്ക് കിട്ടുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. കോൺഗ്രസ് കോർപ്പറേഷൻ ഭരണത്തിലേറുന്ന ആദ്യ ദിവസം തന്നെ ശോഭ കെടുത്തുന്നതായി ലാലി ജെയിംസിന്റെ ആരോപണം. KC വേണുഗോപാൽ ഗ്രൂപ്പും ചിലരും ചേർന്ന് ജനഹിതം അട്ടിമറിച്ചു. ഇതിന് ജോസഫ് ടാജറ്റ് കൂട്ടുനിന്നു. ആരോപണങ്ങൾക്ക് DCC പ്രസിഡന്റിന്റെ മറുപടി ഇങ്ങനെ: നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുക, 4 പ്രാവശ്യം അവർ നിന്നില്ലേ? ആർക്കാ പെട്ടി കൊടുത്തത്? 4 പ്രാവശ്യം നിന്നില്ലേ? ഏറെ നേരത്തെ ആകാംക്ഷയ്ക്കൊടുവിൽ കോർപ്പറേഷനിലെത്തിയ ലാലി ജെയിംസ് വോട്ട് ചെയ്തു. വോട്ട് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന രാജൻ പലനെതിരെയും ആരോപണം. തന്നെ ആരും അച്ചടക്കം പഠിപ്പിക്കേണ്ടെന്നും ലാലി. എന്നെ അച്ചടക്ക നടപടിയിലേക്ക് വരികയാണെങ്കിൽ അവരെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള വഴികൾ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് 10 കൊല്ലം ഇരുന്ന ഒരു മഹാനായിട്ടുള്ള നേതാവുണ്ടല്ലോ, രാജൻ പല്ലൻ. ഞാൻ എല്ലാ കാര്യങ്ങളും പുറത്തു പറയാം, കുറച്ച് ഘട്ടം കൂടിയും കഴിയട്ടെ. അവസരം കാത്തുനിന്ന CPM വിമർശനവുമായി രംഗത്തെത്തി. തുടക്കം തന്നെ പാളിയതോടെ കോൺഗ്രസ് ഭരണത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലെന്ന് CPM. UDFന് അന്തസ്സായി ഭരണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ തൃശൂരിൽ കിട്ടിയ അവസരം കളഞ്ഞുകുളിക്കുകയാണ് കോൺഗ്രസ്. ലാലിയുടെ ആരോപണങ്ങൾ ശക്തിപ്പെടുന്നതോടെ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമെന്ന് ഉറപ്പാണ്. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.